ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. ഒരാൾക്കൊരു സർപ്രൈസ് കൊടുക്കണം. കുറേ നാളായി വിചാരിക്കണ ഈ ഒരു ഐറ്റം മേടിച്ചു കൊടുക്കണം എന്നുള്ളത്. പക്ഷേ എന്താണെന്നറിയില്ല, അതിങ്ങനെ ലാഗായി പോവുകയായിരുന്നു. അപ്പോൾ പിന്നെ വിചാരിച്ചു എന്നാൽ നമുക്ക് ന്യൂ ഇയർ ആയിട്ട് ഈ ഒരു സർപ്രൈസ് അങ്ങ് കൊടുക്കാമെന്ന്. അപ്പം അങ്ങനെ ആ സമയം വന്നെത്തിയിരിക്കുകയാണ്. അപ്പം നമ്മൾ ന്യൂ ഇയർ ആയിട്ട് ആ സർപ്രൈസ് അങ്ങോട്ട് കൊടുക്കാൻ പോവാണ്. അപ്പം സർപ്രൈസ് കൊടുക്കാൻ ആദ്യം സർപ്രൈസ് മേടിക്കണമല്ലോ. അപ്പം ആദ്യം അത് മേടിക്കാനായിട്ട് പോവാം. അതെ, ഞാൻ നേരെ പോയത് മൂന്നുപിടിയിലുള്ള അൽ അമീനിലാണ് കേട്ടോ. അൽ അമീനിൽ ചെന്നു. കുറേ സൈക്കിൾസ് ഉണ്ടായിരുന്നു അവിടെ. എനിക്ക് വേണ്ടത് ലേഡി ബേർഡ് ആയിരുന്നു. പലതരം സൈക്കിളുകൾ അവിടെ ഉണ്ടായിരുന്നു. ലേഡി ബേർഡ് തന്നെ പലതരം വെറൈറ്റീസ് ഉണ്ടായിരുന്നു. കൊട്ട വലുത്, കൊട്ട ചെറുത്, അത് ഇത് അങ്ങനെ പലതരം. എനിക്ക് വലിയ അതിനെക്കുറിച്ചുള്ള ഇതൊന്നും ഉണ്ടായില്ല. സൈക്കിൾ ദേ മാനത്ത് വരെ, ചെമരുമ വരെ കയറിയിരിക്കുന്നത് വരെ കണ്ടു അവിടെ ചെന്നിട്ട്. വലിയ സൈക്കിൾ, ചെറിയ സൈക്കിൾ, അങ്ങനെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനതിൽ നിന്ന് സെലക്ട് ചെയ്തതാണ് ലാസ്റ്റ് 3 എണ്ണത്തിലേക്കെത്തി. അതാണ് ഈ 3 എണ്ണം കേട്ടോ. അതിൽ ആയൊരു പിങ്ക് കളറ് ഞാൻ എന്താ പറയുക വേണ്ടാന്ന് വെച്ചു. കാരണം അതൊരു കോമൺ കളറാണല്ലോ, അതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചു. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ഐസ് ഗ്രീനും അതേപോലെ തന്നെ ബ്ലാക്കും. അപ്പോൾ അതിലൊരു കൺഫ്യൂഷനായി, ബ്ലാക്ക് വേണോ ഐസ് ഗ്രീൻ വേണോ എന്ന്. അപ്പോൾ ആ കൺഫ്യൂഷൻ അങ്ങോട്ട് തീർക്കാൻ വേണ്ടി ജിഷ്ണുവിന് ഫോൺ വിളിച്ച് അങ്ങോട്ട് കൺഫേം ആക്കി ഈ ഐസ് ഗ്രീൻ അങ്ങോട്ട് സെലക്ട് ചെയ്തു. പിന്നെ അവിടെ നിന്ന് അതിൻ്റെ കുറച്ച് ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് തന്ന് നേരെ നമ്മൾ ഓട്ടോയിൽ കയറ്റി. ഓട്ടോയിൽ നിന്ന് നേരെ അവരത് വീട്ടിൽ എത്തിച്ചു തരും. അങ്ങനെ അത് വീട്ടിലെത്തിയിട്ടുണ്ട്. ആ ഓട്ടോ ചേട്ടൻ എനിക്കതൊക്കെ അതിൽ നിന്ന് ഇറക്കി തന്നൊക്കെ ചെയ്തു കേട്ടോ. ഞാനപ്പോൾ അത് നേരെ വീടിൻ്റെ ഫ്രണ്ടിൽ അങ്ങ് കൊണ്ടുവച്ചു. പിന്നെ സർപ്രൈസ് ആണല്ലോ, അതുകൊണ്ട് അച്ഛനും അമ്മോടും പറഞ്ഞിട്ടില്ല. അവർ ഫോൺ വിളിച്ച് വരുത്തുകയാണ് ഞാൻ ചെയ്തത്. അച്ഛൻ വരുന്ന സീനാണ് നമ്മളിപ്പോൾ കാണുന്നത്. അച്ഛൻ ഇങ്ങനെ വന്നപ്പോൾ ആദ്യം പേടിച്ചു പോയി അച്ഛൻ. എന്തോ ഞാൻ വിളിച്ചപ്പോൾ അച്ഛൻ വിചാരിച്ചു എന്തോ വല്ല പാമ്പിനെ ഇങ്ങനെ കണ്ടിട്ട് വിളിച്ചാണോ എന്നൊക്കെ വെച്ചിട്ട് എന്നോട് വന്നപ്പോൾ തന്നെ പറഞ്ഞത്. സൈക്കിൾ കണ്ടപ്പോൾ ആൾ എന്നോട് ചോദിച്ചു ഇതെനിക്ക് മേടിച്ചതാണോ എന്ന് ചോദിച്ചു കേട്ടോ അച്ഛൻ. ഇതാണ് ജിഷ്ണുവിൻ്റെ അച്ഛനും അമ്മയും. അച്ഛന് സർപ്രൈസ് കൊടുക്കണം എന്നായിരുന്നു ഞങ്ങളുടെ ഒരു പ്ലാൻ. അത് കുറേ നാളായിട്ട് വിചാരിക്കുന്നതാണ് അച്ഛനൊരു സൈക്കിൾ മേടിച്ചു കൊടുക്കണമെന്ന്. അപ്പം ന്യൂ ഇയർ ആയിട്ട് എന്തായാലും അതങ്ങ് മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 1-ാം തീയതി ആവാൻ അങ്ങ് നിന്നില്ല. അപ്പോഴേക്കും അച്ഛൻ്റെ സൈക്കിൾ ഒടിഞ്ഞു. അപ്പോൾ പിന്നെ വിചാരിച്ചു എന്തായാലും പുതിയൊരു സൈക്കിൾ ഇപ്പം തന്നെ മേടിക്കാം, ഇപ്പോഴാണല്ലോ അത്യാവശ്യം. അപ്പം ന്യൂ ഇയർ 1-ാം തീയതി ആവാൻ നമ്മൾ വെയിറ്റ് ചെയ്തില്ല, വേഗം തന്നെ മേടിച്ചു. ഞാനും അച്ഛനും കൂടെ ആ സൈക്കിളിൻ്റെ കവറും അതൊക്കെ അങ്ങോട്ട് ഒലിച്ച് ഒക്കെ കളയായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞു അച്ഛൻ്റെ അടുത്ത് ഇത് ജിഷ്ണുവിൻ്റെ വക സർപ്രൈസാണ് കേട്ടാന്ന്. അപ്പം അച്ഛൻ പറയുക ഇതെൻ്റെ മോള് മേടിച്ചെന്നാന്ന്. എന്താ ചെയ്യുക, ജിഷ്ണുവിൻ്റെ ഐഡിയയും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ആ ചിലവിൽ ഗോളടിക്കുന്ന ആൾ ഞാനാണ്. അച്ഛൻ ഒരുപാട് ഹാപ്പി ആയിട്ടാ. അച്ഛന് എന്താണെന്ന് വെച്ചാൽ ചെറിയ കാര്യങ്ങളായാലും ആൾ ഭയങ്കര ഹാപ്പി ആവുന്ന ആളാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ കയ്യിൽ നിന്നാകുമ്പോൾ ഒരു ഗിഫ്റ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ആൾക്ക് വലിയ സന്തോഷമായിരുന്നു. ആ ഹാപ്പിനെസ് ഒക്കെ ആളുടെ മുഖത്ത് കാണാനുണ്ടായിരുന്നു കേട്ടോ. ആ ചിരിയിൽ തന്നെ ഉണ്ടായിരുന്നു എല്ലാ സന്തോഷങ്ങളും. എനിക്കുള്ളതാണോ എന്നൊക്കെ എന്നോട് ചോദിച്ചു. ആളൊട്ടും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ച പോലെ തന്നെ സർപ്രൈസ് ആവാൻ പറ്റിയത്. പിന്നെ അച്ഛൻ അതൊക്കെ ഒന്ന് ചവിട്ടി നോക്കി എന്നോട് പറഞ്ഞു ഫോട്ടോസൊക്കെ എടുക്കുക അവന് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടെന്ന്. അങ്ങനെ അത്രയും നല്ല ഡേ ആയിരുന്നു. ബൈ.